എന്തായി സാർ? എല്ലാം ശരിയായി. സെലക്ഷൻ ഒക്കെ നേരത്തെ കഴിഞ്ഞതാ. അന്ന് നമ്മൾ MD വീട്ടിൽ പോയി കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇന്റർവ്യൂവിന് ചോദ്യം ഒന്നും ചോദിക്കില്ലെന്നേ. പേരെഴുതി മേശപ്പുറത്തേക്ക് എത്തിച്ചിട്ടല്ലേ ഞാൻ പോകുന്നത്. ഇന്റർവ്യൂ എന്നൊക്കെ പറയുന്നത് നാട്ടുകാരുടെ കണ്ണി പൊടിയിടാൻ ചടങ്ങല്ലേ. ഞാൻ ഗസ്റ്റ് ഹൗസിലുണ്ടാവും. ഡാഡിയെയും കൂട്ടി നേരെ അങ്ങോട്ട് വന്നാൽ മതി. ശരി സാർ. ചിറാപ്പൂഞ്ചിയിൽ മഴ കൂടുതൽ പെയ്യുന്നതിനെ പറ്റി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? പെയ്തോട്ടെ, എനിക്കെതിർപ്പൊന്നുമില്ല. കുടുംബാസൂത്രണത്തെ പറ്റി എന്താണ് അഭിപ്രായം? വളരെ നല്ല അഭിപ്രായമാണ്. കുട്ടികൾ എത്ര വരെ ആകാം? കുട്ടികളെ ഉണ്ടാവരുത്, അതാണ് എന്റെ അഭിപ്രായം. അതെന്താ? വഞ്ചിക്കപ്പെടുന്ന തൊഴിലില്ലാത്തവരുടെ എണ്ണം ഭാവിയിലെങ്കിലും കുറയുമല്ലോ. ഇതിനു മുമ്പ് വേറെ എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ഇവിടുത്തെ പോലെ മിക്കവാറും എല്ലാ സ്ഥലത്തും സെലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാവും ഇന്റർവ്യൂ നടത്തുക. സെലക്ഷൻ കഴിഞ്ഞു എന്ന് മനസ്സിലായെങ്കിൽ പിന്നെന്തിനാ ഇന്റർവ്യൂവിന് വന്നത്? സാറന്മാരെ നേരിട്ട് കാണാൻ. രാത്രിയും പകലും ഉറക്കമഴിച്ച് പഠിച്ച് സർട്ടിഫിക്കറ്റുകളുമായി നിങ്ങളുടെ മുന്നിൽ ഭിക്ഷയ്ക്ക് വരുമ്പോൾ വിട്ടി ചോദ്യങ്ങൾ ചോദിച്ച് പരിഹസിക്കുന്നവരുടെ മുഖം ഒന്ന് കാണാൻ. ഗതികേട് കൊണ്ട് മുട്ടുമടക്കി നിൽക്കുന്നവരൊക്കെ കഴുതകളെല്ലാം നിങ്ങളെ ബോധ്യപ്പെടുത്താൻ. ഇത്തരം പ്രഹസനങ്ങൾ ഇനി ആവർത്തിച്ചാണ്ടല്ലോ എന്നെ പോലെ തൊഴിലില്ലാത്ത ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഇവിടെ അടിച്ച പ്രശ്നം നോക്കിയോണ്ടല്ലോ. സുഹൃത്തുക്കളെ, ഇവർ നമ്മളെ ചതിക്കുകയാണ്. ആവശ്യമുള്ളവരൊക്കെ കൈക്കൂലി വാങ്ങി തെരഞ്ഞെടുത്തതിന് ശേഷം നമ്മളായിട്ട് കുരം കളിപ്പിക്കുകയാണ്. ഈ അനീതി സമ്മതിക്കരുത്. കൈക്കൂലി കൊടുക്കാൻ പണമോ രാഷ്ട്രീയക്കാർ ഹലോ, അതെ രാമേന്ദ്രനാണ്. ജാമ്യം എടുക്കാൻ ആൾ വന്നിട്ടുണ്ട്. രാമേന്ദ്ര, താൻ എന്നെ ഒന്ന് ചീത്ത വിളിക്കണോ? തന്റെ ഈ മൗനവ്രത മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കുക. എടാ മജീദെ, കഴുതേ, നീ എനിക്കൊരു നിത്യ ശല്യമാണ്. ഒരു തവണയല്ല, ഇപ്പൊ പലതവണ തന്നെ ഞാൻ ലോക്കപ്പിൽ നിറക്കി. നീ എന്റെ ആരാടാ യൂസ്ലെസ്? മാമനോ മച്ചാനോ? വെറും ഒരു നാട്ടുകാരൻ. ഭക്ഷണം എന്റെ ചെലവി, വാടക എന്റെ പോക്കറ്റിൽ നിന്ന്. ഇറങ്ങണാതെ എന്റെ ഇവിടുന്ന്, അല്ലെ ഇപ്പം നിന്നെ ഞാൻ ഇവിടെ അടിച്ചിറക്കും. അങ്ങനെ വല്ലതും പറയാ എന്റെ രാമേന്ദ്ര, പ്ലീസ്. ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്റർവ്യൂവിന് നിന്നത്. പക്ഷെ എങ്ങനെ സഹിക്കും? എടുക്കേണ്ടവരെ മുഴുവൻ എടുത്തിട്ട് അവന്മാരെന്തിനാ ഈ പ്രകസനം കാണിച്ചത്? എന്റെ നിയന്ത്രണം വിട്ടുപോയി. ഞാൻ പ്രതികരിച്ചു. ഈ നാട്ടിലെ അനീതി അധർമ്മം ഇല്ലാതാക്കലാണോ നിന്റെ ജോലി എന്നായിരിക്കും തന്റെ മനസ്സിലുള്ള ചോദ്യം. നിർത്തി. ഇന്നത്തോടെ ഞാൻ എല്ലാം നിർത്തി രാമേന്ദ്ര. എടോ, ഞാനിതെല്ലാം തന്നോടാ പറയുന്നത്. എന്റെ ഭാഗം മുഴുക്ക തനിക്ക് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദാ ഈ കണക്കുറ്റി നോക്കി നാളും പൊട്ടിക്ക്. എല്ലാം എന്റെ വിധിയാണ്. നാശം പിടിച്ച ജന്മം. ജനിച്ചപ്പോഴേ പടച്ചോൻ എഴുതി വെച്ചിട്ടുണ്ടാവും ഭൂമിക്ക് ഒരു ഭാരമായി മാറട്ടെന്ന്. പെറ്റുമ്മയ്ക്ക് പോലും വേണ്ടല്ലോ. അതല്ലേ 3ാമത്തെ വയസ്സിൽ ഉപേക്ഷിച്ചിട്ട് പോയത്. 3ാം വയസ്സിലെ കാര്യം പറഞ്ഞ് 30ാം വയസ്സ് കരയണ്ട. വെറും വയറ്റിലാണല്ലോ ഉറങ്ങിപ്പോയത്. അടുക്കളയിൽ ചോറിരിപ്പുണ്ട്, ചെന്ന് കഴിക്ക്. വിശന്നാൽ ആർക്കും കുറച്ച് ഭ്രാന്ത് പിടിക്കും. ചെന്ന് കഴിക്കടോ. പ്രിയമുള്ള അമ്മമാരെ, സഹോദരിമാരെ, നല്ലവരിൽ നല്ലവരായ വോട്ടർമാരെ, ഈ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ് ഈ യോഗം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കേവർക്കും പ്രിയങ്കരനായിരുന്ന മാധവൻ മാസ്റ്ററുടെ മകൾ ആദ്യമായി ജനമധ്യത്തിലേക്ക് എത്തുകയാണ്. അഴിമതിയുടെ കറപുരളാത്ത മാധവൻ മാസ്റ്ററുടെ വിദ്യാസമ്പന്നയായ മകളെ നമ്മുടെ പ്രതിനിധിയായി അസംബ്ലിയിലേക്ക് അയക്കുവാനുള്ള സുവർണാവസരമാണ് കൈവന്നിരിക്കുന്നത്. ഈ രാജലക്ഷ്മിയെ നമ്മുടെ സ്ഥാനാർത്ഥിയായി കിട്ടിയത് ഒരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കരുതേണ്ടത്. വിശദമായ രാഷ്ട്രീയ വിശകലനങ്ങൾക്കോ സുദീർഘമായ ഒരു പ്രസംഗത്തിനോ ഇപ്പോൾ ഞാൻ മുതിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി മിസ് രാജലക്ഷ്മി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എനിക്ക് സംസാരിക്കാൻ പറ്റില്ലെന്ന്. മിസ് രാജലക്ഷ്മിയെ സസന്തോഷം ക്ഷണിച്ചുകൊള്ളുന്നു. പേടിക്കാവൊന്നുമില്ല, എന്തെങ്കിലും 2 വാക്ക് പറഞ്ഞാൽ മതി. പ്രിയപ്പെട്ട നാട്ടുകാരെ, എനിക്ക് പ്രിയപ്പെട്ടവരെ,
എനിക്ക് ഇരുന്നോ. ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാരെ, ഒരച്ഛന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ വിതിമ്പിക്കരയുന്ന ഓമനപുത്രിയെ നമ്മൾ ഇവിടെ കണ്ടു. ഈ മീറ്റിംഗിന് വേണ്ടി പുറപ്പെടുമ്പോ മിസ് രാജലക്ഷ്മി എന്നോട് പറഞ്ഞു, എനിക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് ഒരുപാട് സംസാരിക്കാനുണ്ടെന്ന്. പക്ഷേ സ്വന്തം പിതാവിനെ കുറിച്ച് ഇവിടെ പരാമർശമുണ്ടായപ്പോൾ ആ കുരുന്ന് ഹൃദയം തേങ്ങിപ്പോയി. അല്ലെങ്കിൽ തന്നെ ഈ നാടിന്റെ ആശയും ആവേശവുമായിരുന്ന മാധവ മാഷിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഏത് ഹൃദയമാണ് തേങ്ങിപ്പോകാത്തത്? ഈ നാട്ടിലെ ഓരോ മണൽത്തരിക്കും മാധവൻ മാസ്റ്ററെ അറിയാം. സ്വന്തം മകളെ തന്നേക്കാൾ വലിയ ബഹുജന നേതാവാക്കി മാറ്റുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ അന്തിമ അഭിലാഷമായിരുന്നു. ആ മഹൽ വ്യക്തിയുടെ ആഗ്രഹം സഫലീകരിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അതുകൊണ്ട് സത്യത്തിന്റെയും നീതിയുടെയും ചിഹ്നമായ ത്രാസടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി ഈ രാജലക്ഷ്മിയെ രാജ്യത്തിന്റെ മഹാലക്ഷ്മിയാക്കി മാറ്റുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ഇത് പബ്ലിക് ചീറ്റിംഗ് ആണ്. നാട്ടുകാരുടെ മുഖത്ത് നോക്കി പച്ച കള്ളം പറഞ്ഞ് പറ്റിക്കാൻ എന്നെ കിട്ടൂല. അച്ഛന്റെ കാര്യം ഓർത്ത് കരഞ്ഞതാണ് പോലും. അച്ഛനെ ഓർത്തെന്നുള്ള സത്യ, പക്ഷെ ഞാൻ കരഞ്ഞത് പേടിച്ചിട്ടാ, തൊണ്ട വരണ്ടിട്ടാ. ഇതൊക്കെ ചില ഇലക്ഷൻ തന്ത്രങ്ങളല്ലേ. ആദ്യമായതുകൊണ്ട് ആ രാജലക്ഷ്മിക്ക് എങ്ങനെയൊക്കെ തോന്നുന്നത്. ചില സാഹചര്യങ്ങളിൽ ജനങ്ങളുടെ സഹതാപം പിടിച്ചെടുക്കാൻ ഇങ്ങനെ സഹതാപം നേടിയിട്ട് എനിക്ക് ജയിക്കണ്ട. ആരെയും വഞ്ചിക്കരുതെന്ന അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു നുണ പറഞ്ഞാ അതിനു വേണ്ടി പിന്നെ 1000 നുണകൾ പറയേണ്ടി വരും. അതിന് ബാലം പൊതുവാൾ അവിവേകമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. നീ കരയണ കണ്ടപ്പോ അച്ഛനെ ഓർത്തിട്ടായിരിക്കും എന്ന് വിചാരിച്ചു, അല്ലേ ബാല? അല്ല, അത് മാത്രമല്ല, മാഷയെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടെ ആയിക്കോട്ടെ എന്ന് മനഃപൂർവ്വം വിചാരിച്ചിട്ടാ. അത് പറഞ്ഞപ്പോ ജനങ്ങളുടെ കണ്ണു പറഞ്ഞു പോയില്ലേ? പിന്നെ അത് സത്യമായിട്ടും ചിലരൊക്കെ കണ്ണീരൊപ്പുന്നത് ഞാൻ കണ്ടതാ. ഇനിയിപ്പോ ഒരു നുണ പറഞ്ഞു തന്നെ ഇരിക്കട്ടെ, ഒരു നല്ല കാര്യത്തിനല്ലേ. ധർമ്മയുദ്ധം ജയിക്കാൻ വേണ്ടി ഭഗവാൻ പോലും നുണ പറഞ്ഞിട്ടുണ്ടെന്നാ. മതി മതി, ജനങ്ങളെ പറ്റിക്കാൻ ഭഗവാനെ കൂടി പാർട്ടി ചേർക്കണ്ട. ഒന്നുമില്ല, അങ്ങോട്ട് മാറി നിൽക്ക്. ഗൗരവം കുറച്ച് കൂടുതലാണ് കേട്ടോ. അതെ, കൂടുതലാണ്. ഞാനന്ന് ശരിക്കും വിചാരിച്ചത് എന്നെ ഫോളോ ചെയ്താണെന്നാ. പറഞ്ഞതൊക്കെ അബദ്ധമായെന്ന് പിന്നീടല്ലേ മനസ്സിലായത്. വിഡ്ഢികൾക്ക് അബദ്ധം പറ്റുന്ന സാധാരണയല്ലേ, അതിലിത്ര വിഷമിക്കാനൊന്നുമില്ല. സമ്മതിച്ചു, ഞാൻ വിഡ്ഢി തന്നെയാ. കഴിഞ്ഞ തവണത്തെ കോളേജ് മാഗസിനിൽ ഉദയന്റെ ഒരു പെയിന്റിംഗ് ഉണ്ടായിരുന്നില്ലേ? ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്. ഈ ബോർഡ് എഴുത്തല്ലാതെ അത്തരം പെയിന്റിംഗ്സ് ഒക്കെ വരച്ചൂടെ? വരച്ചുകൂടാ. പെയിന്റിങ്സ് മാത്രം വരച്ച എല്ലാവരുടെയും പ്രശംസ നേടിയ ഒരാളെ എനിക്കറിയാം. സർട്ടിഫിക്കറ്റുകളും അവാർഡുകളും ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ വയസ്സുകാലത്ത് ജീവിക്കാൻ എന്തെങ്കിലുമൊക്കെ കരുതി വെക്കണമെന്ന് പുള്ളിക്കാരൻ മറന്നുപോയി. എന്റെ അച്ഛന്റെ കാര്യമാണ്. മകൻ അതുപോലെ ആവാതിരുന്ന പോരെ? അതുപോലെ അല്ലല്ലോ. കണക്ക് പറഞ്ഞ് കാശ് വാങ്ങാത്ത ഞാൻ ഒരു ജോലിയും ചെയ്യില്ല. എന്നാ എനിക്കൊരു പെയിന്റിംഗ് വരച്ചു തരോ? കാശ് തരാം. പിന്നെ ഇത്തരം കിന്നാരൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. ഞാൻ ആ ടൈപ്പല്ല. ഞാൻ തന്നോട് കിന്നരിക്കാൻ വന്നോ? തുടക്കം കണ്ട എനിക്ക് അറിഞ്ഞൂടെ? ആദ്യം ഒരു ജാട, പിന്നെ സോറി, പിന്നെ ഒരു പ്രശംസ, പിന്നെ പ്രേമം. പ്രാരാബ്ദമില്ലാത്ത വീട്ടിലെ പെൺകുട്ടികളുടെ ഒരു ലൈനായത്. അയ്യടാ, ആ ഒരു ലൈൻ താൻ എന്നെ പ്രതീക്ഷിക്കണ്ട. അല്ല, ഞാൻ പൊതുവെ പറഞ്ഞതാ. സാധാരണ മന്ത്രിമാർ പത്രമാഫീസ് സന്ദർശിച്ചാൽ മാനേജിംഗ് എഡിറ്റർ എന്തെങ്കിലും ഉപകാരം കൊടുക്കുന്ന ഫോട്ടോ ആണ് പത്രത്തിൽ വരാറ്. വല്ല നിലവിളക്കോ വഞ്ചിയോ. പണ്ടൊക്കെ ഞങ്ങൾ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പൊ അത്ര ഏർപ്പാടൊക്കെ കേന്ദ്രമന്ത്രിമാരും മാത്രമേ ഉള്ളൂ. സ്റ്റേറ്റ് മന്ത്രിമാർക്ക് കൊടുത്താൽ മുതലാകില്ലല്ലേ? പിന്നെ എന്റെ ഈ വരവ് നിങ്ങൾ അങ്ങനെ കാണണ്ട കേട്ടോ. ഒന്നാമത് ഞാൻ ഈ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയാണ്. പിന്നെ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിനിടയിൽ വ്യക്തിപരമായൊരു വിസിറ്റാണിത്. പേഴ്സണലായിട്ട് കാര്യം പറഞ്ഞോട്ടെ, ഒന്നും വന്നേ. ഈ വായനക്കാരുടെ കത്തുകൾ എന്ന പങ്ക്തിയിൽ വരുന്ന കത്തുകൾ വായനക്കാർ എഴുതുന്നതോ അതോ നിങ്ങൾ തന്നെ എഴുതി ചേർക്കുന്നതോ? മനസ്സിലായി. മെഷീനറീസ് വാങ്ങാൻ ഗാസിയാബാദിലെ കമ്പനിക്ക് ടെൻഡർ കൊടുത്തതിൽ സാർ അഴിമതി നടത്തിയെന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിച്ച കത്തിനെ പറ്റിയല്ലേ? അത് ഡീറ്റെയിൽസ് അടക്കം പവിത്രൻ എന്നുള്ള എഴുതി അയച്ചതാ. വാസ്തവം എന്താണെന്ന് അറിയാതെ നിങ്ങളത് പ്രസിദ്ധീകരിച്ചതിലാണ് എനിക്ക് എതിർപ്പ്. അസംബ്ലിയിൽ എനിക്ക് ഇരിക്കാൻ വയ്യാതായി. ചോദ്യങ്ങളും പ്രശ്നങ്ങളും. ഈ പവിത്രൻ എവിടുത്തുകാരനാ? അയാൾക്ക് എന്താ ഇതിൽ താല്പര്യം? അയാളൊരു പ്രത്യേക ക്യാരക്ടറാണ് സാർ. മറ്റുള്ളവരെ പോലെ അല്ല.
എല്ലാ വിശദാംശങ്ങളും ചേർത്ത് തെളിവുകളടക്കമാണ് എഴുതാറ്. അതാ ഞങ്ങൾ ധൈര്യമായി പ്രസിദ്ധീകരിക്കുന്നത്. മേലിലെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ എന്നോടൊന്ന് ആലോചിച്ചിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് ചെയ്യാം. സാർ, മീറ്റിംഗിന് സമയമായി. തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ് തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ്.